4 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ച കേസിൽ തടവിൽ കഴിയുകയായിരുന്ന ഉത്തർപ്രദേശ് സ്വദേശിനി ഷഹസാദി ഖാന്റെ വധശിക്ഷ നടപ്പാക്കിയതായി UAE അറിയിച്ചു. ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ലഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയം ഡൽഹി ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. 2025 ഫെബ്രുവരി 15-നാണ് 33-കാരിയായ ഷഹസാദി ഖാന്റെ വധശിക്ഷ നടപ്പാക്കിയതെന്ന് മന്ത്രാലയം കോടതിയിൽ പറഞ്ഞു. ഫെബ്രുവരി 28-നാണ് വധശിക്ഷ നടപ്പാക്കിയ വിവരം അറിയിച്ചുള്ള ഔദ്യോഗിക സന്ദേശം UAE-യിലെ ഇന്ത്യൻ എംബസിയിൽ ലഭിച്ചതെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ചേതൻ ശർമ്മ അറിയിച്ചു. അധികാരികൾ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ടെന്നും മാർച്ച് 5-ന് മൃതദേഹം സംസ്കരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തൻ്റെ മകളുടെ അവസ്ഥ അറിയാൻ ഷഹസാദിയുടെ പിതാവ് കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് വധശിക്ഷ നടപ്പാക്കിയ വിവരം ലഭിക്കുന്നത്. ഇന്ത്യൻ ദമ്പതികളുടെ കുട്ടി മരിച്ചതിനെ തുടർന്ന് മാതാപിതാക്കൾ നൽകിയ കേസിലാണ് അവിടെ വീട്ടുജോലിക്കാരിയായിരുന്ന ഷഹസാദിക്കെതിരെ അബുദാബി കോടതി വധശിക്ഷ വിധിക്കുന്നത്. ഉത്തർപ്രദേശ് മദാവുന്ദ് ഗൊയ്ന മുഗളായി ബാന്ദ സ്വദേശിയായ ഷഹസാദി 2021-ലാണ് അബുദാബിയിലെത്തുന്നത്. സോഷ്യൽ മീഡിയയുടെ പരിചയത്തിലായ ഉസൈർ വഴിയാണ് ഷഹസാദി അബുദാബിയിലേക്ക് എത്തുന്നത്. ഷഹസാദിയെ പിന്നീട് ഉസൈറിൻ്റെ ബന്ധുക്കളായ ഫൈസ് നദിയ ദമ്പതികളുടെ വീട്ടിൽ അയാൾ ജോലിക്ക് നിർത്തുകയായിരുന്നു. അതിനിടെയാണ് ഈ ദമ്പതികളുടെ കുട്ടി മരിച്ചത്. ഇതിന് കാരണം ഷഹസാദിയ ആണെന്നാണ് അവർ ആരോപിക്കുന്നത്. എന്നാൽ ചികിത്സ കിട്ടാത്തതിനെ തുടർന്നാണ് ആ കുഞ്ഞ് മരിച്ചതെന്ന് ഷഹസാദിയും പിതാവും വാദിച്ചിരുന്നു. ഇവർ മാതാവുന്തി പോലീസ് സ്റ്റേഷനിൽ 2024 ജൂലൈ 15-ന് പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. 2023-ലാണ് അബുദാബി കോടതി ഷഹസാദിക്ക് വധശിക്ഷ വിധിച്ചത്. ശിക്ഷ റദ്ദാക്കാൻ കുടുംബത്തിന് ദയാഹർജിയും UAE സർക്കാരിന് മാപ്പപേക്ഷയും നൽകി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ഇന്ത്യൻ എംബസിയും സജീവമായി ഇടപെട്ടിരുന്നെങ്കിലും അനുകൂലമായ വിധിയുണ്ടായില്ല. ദയാഹർജി പരിഗണിക്കാൻ സമ്മർദ്ദവും ഉണ്ടായില്ല. ബ്ലഡ് മണി കണ്ടെത്താൻ ആരും ഓടിയുമില്ല. അഭിഭാഷകർ വിസയെടുത്ത് ദുബായിലേക്ക് പോയില്ല. സ്പെഷ്യൽ സ്റ്റോറികളൊന്നും പത്രങ്ങളിൽ വന്നതുമില്ല. ഫെബ്രുവരി 14-ന് UAE ജയിലിൽ നിന്ന് ഷഹസാദിയ ഉപ്പയെ വിളിച്ചിരുന്നു. നാളെ തൻ്റെ വധശിക്ഷ നടപ്പാക്കുന്നു, ഉപ്പ പ്രാർത്ഥിക്കണേ എന്ന് പറയാനാണ് വിളിച്ചത്. തൻ്റെ മകളെ കൊല്ലുമെന്നറിഞ്ഞ് അയാൾ അധികാരികളുടെ വാതിലുകളിൽ മുട്ടിനോക്കി. ഇന്ത്യൻ എംബസി അന്വേഷിക്കുന്നു എന്നായിരുന്നു മറുപടി. ഒടുവിൽ 14 ദിവസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി 28-ന് അയാൾക്ക് മറുപടി കിട്ടി. മകളെ ഫെബ്രുവരി 15-ന് വധശിക്ഷയ്ക്ക് വിധേയയാക്കി എന്നായിരുന്നു ആ മറുപടി. വീട്ടുടമയുടെ 4 മാസം പ്രായമായ കുഞ്ഞ് മരിച്ചതാണ് കേസ്. വാക്സിൻ എടുത്ത ദിവസമാണ് ആ കുഞ്ഞ് മരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്യാത്തതിനാൽ മരണകാരണം വ്യക്തവുമല്ല. മരണകാരണം തേടിയുള്ള വീട്ടുടമയുടെ ഉപദ്രവം അസഹ്യമായപ്പോൾ ഷഹസാദി ഒരിക്കൽ പറഞ്ഞു കൊന്നത് ഞാനാണെന്ന്. ചിലപ്പോൾ പൊറുതിമുട്ടിയതുകൊണ്ട് അങ്ങനെ പറഞ്ഞതുമാകാം. പക്ഷേ അവൾ അറിയാതെ അതൊക്കെ ആ വീട്ടുകാർ വീഡിയോ പകർത്തി കോടതിയിൽ നൽകുകയായിരുന്നു. കോടതി വധശിക്ഷയും വിധിച്ചു. കൊലയ്ക്ക് പകരം കൊല എന്നത് ഒരിക്കലും ഒരു നീതിയല്ല. ഒരാൾ ജീവിച്ചിരിക്കുന്നത് ഈ സമൂഹത്തിന് മൊത്തത്തിൽ ഭീഷണിയാകുന്നുവെങ്കിൽ മാത്രമേ അയാൾക്ക് മരണശിക്ഷ നൽകാൻ പാടുള്ളൂ. പല കൊലപാതകവും പെട്ടെന്നുള്ള വികാരത്തിൽ ചെയ്തു പോകുന്നതാണ്. അതിന് തീർച്ചയായും അവരെ ശിക്ഷിക്കണം. അതിനെ നമ്മുടെ നാട്ടിലെ പോലെ നിശ്ചിത കാലയളവിൽ ജയിൽ ശിക്ഷ തന്നെ മതിയാവും. ഇനി അപകടകാരികളായ ക്രിമിനലുകളുടെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് വധശിക്ഷ അത്യാവശ്യവുമാണ്.